നടിയെ ആക്രമിച്ച കേസിൽ അടൂർ പ്രകാശിന്റേത് വിചിത്രവാദമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എല്ലാ ഘട്ടത്തിലും സർക്കാർ അതിജീവിതയ്ക്ക് ഒപ്പമായിരുന്നു. ഇനിയും സർക്കാരിന്റെ പിന്തുണ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പീൽ പോകുന്നത് അപ്പീലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ് നിയമപരമായി പരിശോധിച്ച് തീരുമാനിക്കേണ്ടതാണ് എന്ന്. ആ പരിശോധന നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ അദ്ദേഹം അഡ്വാൻസ് ആയിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞു. എന്തിനാണ് വേറെ പണിയൊന്നുമില്ലാത്തതുകൊണ്ടാണോ ഗവൺമെൻറ് അപ്പീലിന് പോകുന്നതെന്ന് വരെ ചോദിക്കുകയാണ്. അപ്പം അത്തരം കാര്യങ്ങളിൽ നിയമപരമായ പരിശോധനകൾ നടന്ന് അതിനുശേഷം ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നത് തന്നെയാണ് ഇപ്പോഴും വ്യക്തമാക്കാനുള്ളത്. എന്തുകൊണ്ടാണ് അത്ര ധൃതിപ്പെട്ട് ഒരു പ്രതികരണം വന്നത് എന്നത് അത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. നമ്മുടെ നാടിൻ്റെ പൊതുവായ വികാരത്തിനെതിരെയുള്ള ഒരു പറച്ചിലായിപ്പോയി അത് എന്നാണ് തോന്നുന്നത്. എല്ലാ ഘട്ടത്തിലും ആ കേസിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹവും നിയമവൃത്തങ്ങളുമെല്ലാം നല്ല അഭിപ്രായങ്ങളാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഈ അതിജീവിത എല്ലാ ഘട്ടത്തിലും അവർക്കാവശ്യമായ പിന്തുണ നൽകുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് സ്വീകരിച്ചത്. അതുതന്നെയാണ് ഇനിയും തുടരുക എന്നതാണ് വ്യക്തമാക്കാനുള്ളത്. വിചിത്രമായ വാദഗതി UDF കൺവീനർ രേഖപ്പെടുത്തിയായി കാണുന്നത്. അതിന് എന്തിനാണ് അപ്പീൽ പോകുന്നത്? അപ്പീലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ് നിയമപരമായി പരിശോധിച്ച് തീരുമാനിക്കേണ്ടതാണ് എന്ന്. ആ പരിശോധന നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. എന്തുകൊണ്ടാണ് അത്ര ധൃതിപ്പെട്ട് ഒരു പ്രതികരണം വന്നത് എന്നത് അത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. നമ്മുടെ നാടിൻ്റെ പൊതുവായ വികാരത്തിനെതിരെയുള്ള ഒരു പറച്ചിലായിപ്പോയി അത് എന്നാണ് തോന്നുന്നത്. സന്തോഷ് ചേരുകയാണ് കണ്ണൂരിൽ നിന്ന്. സന്തോഷ്, എന്തൊക്കെ കാര്യങ്ങളാണെന്ന് മുഖ്യമന്ത്രി വിശദമാക്കിയത്? ഷമി, തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കണ്ണൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച തദ്ദേശം എന്ന മുഖാമുഖ പരിപാടിയിൽ സംസാരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടുകളും അതോടൊപ്പം തന്നെ വിവിധ വിഷയങ്ങളിൽ LDF സ്വീകരിക്കുന്ന നിലപാടുകളെ സംബന്ധിച്ചും വളരെ കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം തന്നെ നൽകിയത്. ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത് LDFന് കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് പോകുന്നതിനുള്ള, സംസ്ഥാന സർക്കാരിന് കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു തിരഞ്ഞെടുപ്പ് വിധിയായിരിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ വിജയം നേടും എന്നുള്ള, LDF നേടും എന്നുള്ള സൂചന നൽകിക്കൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ മുഖാമുഖം പരിപാടി നടന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ LDFന് ഭരണം ലഭിക്കാതിരുന്ന കണ്ണൂർ കോർപ്പറേഷൻ വികസനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന, അല്ലെങ്കിൽ നാടിൻ്റെ വികസനത്തോടൊപ്പം ചേർന്ന് നിൽക്കാത്ത ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇത്തവണ വലിയ കണ്ണൂർ കോർപ്പറേഷനും അതോടൊപ്പം തന്നെ കണ്ണൂരിനും LDF മുന്നോട്ട് വച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ തന്നെയാണ്. നടപ്പാക്കാൻ കഴിയുന്ന വാഗ്ദാനങ്ങൾ മാത്രമേ LDF മുന്നോട്ട് വെക്കാറുള്ളൂവെന്നും അതുകൊണ്ട് ഇത്തവണ കണ്ണൂരിലും ആ മാറ്റം പ്രതിഫലിക്കും എന്നുള്ളതാണ് മുഖ്യമന്ത്രി ആമുഖമായി പറഞ്ഞത്. അതിനുശേഷമാണ് വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച്, സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടുകളെ സംബന്ധിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി വളരെ കൃത്യമായും തന്നെ മറുപടി പറഞ്ഞത്. അതിൽ മുഖ്യമന്ത്രി ഏറ്റവും കൂടുതൽ എടുത്തു പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു UDFൻ്റെ വർഗീയ ശക്തികളുമായിട്ടുള്ള ബന്ധം തന്നെയാണ്. അത് UDFനെയും മുസ്ലിം ലീഗിനെയും തന്നെ ഇല്ലാതാക്കുന്ന വിധത്തിലേക്കാണ് ആ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിച്ചത്. ഏറ്റവും നല്ല രീതിയിൽ നുണ, പച്ചക്കള്ളം സത്യമാണെന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കുന്നതിന് പരിശീലനം ലഭിച്ചിട്ടുള്ളവരാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വളണ്ടിയർമാർ. അതുകൊണ്ട് തന്നെ അവർ വീടുകൾ കയറി പച്ച നുണയാണ് CPIM-നെതിരെയും ഇടതുപക്ഷത്തിനെതിരെയും പ്രചരിപ്പിക്കുന്നത് എന്നുള്ളതാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയ ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് രാജ്യത്തെ പ്രത്യേകിച്ചും ന്യൂനപക്ഷത്തിന്, മുസ്ലിം ന്യൂനപക്ഷത്തിന് ഇപ്പോൾ ഇടതുപക്ഷവുമായി യാതൊരു പ്രശ്നവുമില്ല. ഇടതുപക്ഷ നിലപാടുകളെ അംഗീകരിക്കുന്ന സ്ഥിതിയിലേക്ക് രാജ്യത്തെ ന്യൂനപക്ഷ സമുദായങ്ങൾ മാറിയിട്ടുണ്ട്. അതാണ് ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് ഹാലിളകാനുള്ള കാരണം. അതുകൊണ്ട് തന്നെ ഈ ജനവിഭാഗത്തെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് പച്ച നുണ പ്രചരിപ്പിക്കുന്നത്. ആ പ്രചരണത്തിൻ്റെ ഭാഗമായി തന്നെയാണ് CPIM-നെയും അതോടൊപ്പം തന്നെ
ഇടതുപക്ഷ നേതാക്കളേക്കും സംഘിപ്പട്ടം ചാർത്താനുള്ള ഒരു ശ്രമം ഇവർ നടത്തുന്നത് എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി സൂചിപ്പിച്ചു. RSSന്റെ കൊലക്കത്തിയിൽ 200-ലധികം പാർട്ടി പ്രവർത്തകർക്ക് CPM പ്രവർത്തകരാണ് ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത്. ആ ഒരു പാർട്ടിക്കാണ് ഇത്തരത്തിലുള്ള ഒരു സംഘപരിവാർ ബന്ധം ഇവർ ആരോപിക്കുന്നത്. അത് ഏതെല്ലാമായാലും ഏത് രീതിയിലുള്ള കള്ളപ്രചരണം നടത്തി കഴിഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾ ഇതൊന്നും തന്നെ തൊണ്ട തൊടാതെ വിഴുങ്ങും എന്നുള്ളത് കരുതേണ്ടതില്ല. ജനങ്ങൾ വളരെ കൃത്യമായും കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാ ഘട്ടത്തിലും സംഘപരിവാറിനെതിരെ കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച, സന്ധിയില്ലാത്ത നിലപാട് സ്വീകരിച്ച പ്രസ്ഥാനമാണ് CPIM എന്നും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു. അതോടൊപ്പം തന്നെ ഈ സംഘിക്കുപ്പായം യഥാർത്ഥത്തിൽ ഫിറ്റാകുന്നത് ഈ RSSന്റെ ശാഖയ്ക്ക് കാവൽ നിന്നവർക്കും അതോടൊപ്പം തന്നെ ഗോൾവാക്കറുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ നമസ്കരിച്ചവർക്കുമാണ് ഈ സംഘിക്കുപ്പായം ചേരുക. അത് CPIMനല്ല എന്നുള്ള കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അപകടകരമായ രീതിയിലേക്ക് UDFന്റെ ജമാഅത്തെ ഇസ്ലാമി ബന്ധം പോകുന്നു. പാണക്കാട് നിന്നും ജമാഅത്തെ ഇസ്ലാമി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന നിലപാട് അല്ലെങ്കിൽ തീരുമാനിക്കുന്ന നിലപാട് നമ്മുടെ നാടിൻ്റെ ജനാധിപത്യ സംവിധാനത്തിന് തന്നെ യോജിക്കുന്നതല്ല. ഇത് ഭാവിയിൽ മുസ്ലിം ലീഗിനെ ജമാഅത്തെ ഇസ്ലാമി വിഴുങ്ങുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത് കേരളത്തിൻ്റെ പൊതുവെയുള്ള രാഷ്ട്രീയത്തിന് ശരിയായ രീതിയിൽ ഗുണം ചെയ്യുന്നതല്ല എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി എടുത്തു പറഞ്ഞു. അതോടൊപ്പം തന്നെയാണ് ഉയർന്നു വന്ന ചോദ്യങ്ങൾ. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ഈ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ഉണ്ടായിട്ടുള്ള ചോദ്യങ്ങളും ഈ മുഖാമുഖം പരിപാടിയിൽ ഉണ്ടായിരുന്നു. അതിൽ പ്രോസിക്യൂഷന് വീഴ്ച സംഭവിച്ചോ എന്നുള്ളതായിരുന്നു മാധ്യമപ്രവർത്തകർ ഉന്നയിച്ച ഒരു ചോദ്യം. അതിൽ മുഖ്യമന്ത്രി നൽകിയിട്ടുള്ള മറുപടി ഈ നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രോസിക്യൂഷന്റെ നടപടികൾ ശരിയായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതേസമയം തന്നെ ഈ വിധി കൂടുതൽ പരിശോധിച്ചതിന് ശേഷം തുടർ നിയമ നടപടികൾ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമാക്കും എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഏതായാലും ഒരു കാര്യം അടിവരയിട്ട് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയ കാര്യം, ഈ ഒരു നടി ആക്രമിക്കപ്പെട്ട കേസിൽ എല്ലാ ഘട്ടത്തിലും ഈ അതിജീവിതയ്ക്ക് ഒപ്പമായിരുന്നു സർക്കാർ നിലയുറപ്പിച്ചിട്ടുള്ളത്. അക്കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധമായ നിലപാട് തന്നെയാണ് സർക്കാർ സ്വീകരിച്ചത്. ഇനി തുടർന്ന് അങ്ങോട്ടും അതിജീവിതയ്ക്ക് ഒപ്പമായിരിക്കും സർക്കാർ എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി അടിവരയിട്ട് വ്യക്തമാക്കി. അതോടൊപ്പം തന്നെയാണ് UDF കൺവീനറായ അടൂർ പ്രകാശ് നടത്തിയിട്ടുള്ള ഒരു പരാമർശത്തെ സംബന്ധിച്ചുള്ള ചോദ്യം മാധ്യമപ്രവർത്തകർ ഉന്നയിച്ചത്. അതിന് മുഖ്യമന്ത്രി നൽകിയ മറുപടി, ആ ഒരു പരാമർശം വളരെ വിചിത്രമായ പരാമർശമാണ്. അത് കേരളത്തിൻ്റെ പൊതുബോധവുമായി ചേർന്ന് നിൽക്കുന്നതല്ല. മാത്രമല്ല UDFന്റെ രാഷ്ട്രീയമാണ് ഈ അടൂർ പ്രകാശിലൂടെ പുറത്തു വന്നത് എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി ഈ ചോദ്യത്തിനുള്ള മറുപടിയായി നൽകിയത്. മറ്റൊരു ചോദ്യം ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു. അതിന് മുഖ്യമന്ത്രി നൽകിയിട്ടുള്ള മറുപടി, PM ശ്രീ എന്ന് പറയുന്നത് സ്കൂളുകൾ നവീകരിക്കാനുള്ള കേന്ദ്ര പദ്ധതിയാണ്. പക്ഷേ ഈ പദ്ധതി ഉപയോഗിച്ച് കേരളത്തിലെ സ്കൂളുകൾ നവീകരിക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ സംസ്ഥാന സർക്കാർ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ, സ്കൂളുകളെ ഉന്നത നിലവാരത്തിൽ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടില്ലെങ്കിൽ കേരളത്തിൻ്റെ ഫണ്ട് തടഞ്ഞുവെക്കും എന്നുള്ള നില കേന്ദ്രം സ്വീകരിച്ചതാണ് കേരളത്തെ പ്രയാസത്തിലാക്കിയത്. ആ ഘട്ടം ഈ ഒരു വിഷയം ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന വിദ്യാഭ്യാസ നയത്തെ എല്ലാ ഘട്ടത്തിലും ഇപ്പോഴും അന്നും ഇന്നും ഇനി നാളെയും എതിർക്കുന്ന നിലപാട് തന്നെയായിരിക്കും ഇടതുപക്ഷം സ്വീകരിക്കുക. ഒരു തരത്തിലും ആ വിദ്യാഭ്യാസ നയത്തെ അംഗീകരിക്കുന്ന നിലപാട് ഇടതുപക്ഷം സ്വീകരിക്കില്ല എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. ഏതായാലും ഈ വളരെ സുശക്തമായ ഒരു സംവിധാനമായി തന്നെയാണ് LDF മുന്നോട്ട് പോകുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ പൊതുവെ അംഗീകരിക്കുകയും അതിന് അംഗീകാരം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം തന്നെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് UDF കടന്നു പോകുന്നത്. UDFന്റെ വർഗീയ ബന്ധവും അതോടൊപ്പം തന്നെ പല വിഷയങ്ങളിൽ സ്വീകരിക്കുന്ന വ്യത്യസ്തമായ നിലപാടുകളുമെല്ലാം തന്നെ ജനങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഏതായാലും ഈ തിരഞ്ഞെടുപ്പ്, തദ്ദേശ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിനും സംസ്ഥാന സർക്കാരിനും കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജം പകരുന്ന തിരഞ്ഞെടുപ്പ് ഫലമായിരിക്കും ഉണ്ടാവുക എന്നുള്ള ആത്മവിശ്വാസമാണ് മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചത്. ഷമി.